രാഹുൽ ഗാന്ധിയുടെ പൊള്ളയായ പ്രഖ്യാപനങ്ങളോടെ UDFന്റെ ജനദ്രോഹ ഭരണകാലം ഓർമ്മിപ്പിക്കുകയാണ് LDF നേതാക്കളും സോഷ്യൽ മീഡിയയും. പുതിയ വാഗ്ദാനങ്ങൾ പറയുന്ന കോൺഗ്രസിന് UDF കാലത്ത് നടപ്പിലാക്കാതെ മുടങ്ങിക്കിടന്ന പദ്ധതികളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ആകുന്നില്ല എന്നതും വസ്തുതയാണ്. വിവരങ്ങളുമായി നൃപൻ ചക്രവർത്തി തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം എന്തൊക്കെയാണ് നൃപന് പറയാനുള്ളതെന്ന്. നൃപൻ, ഗുഡ് മോർണിംഗ്. ഞാനിങ്ങനെ രാഹുൽ ഗാന്ധിയുടെ വാഗ്ദാനങ്ങൾ, ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി നൽകുന്ന വാഗ്ദാനങ്ങൾ, അവരുടെ ഭരണകാലത്ത് ആ വകുപ്പുകളൊക്കെ എങ്ങനെയായിരുന്നുവെന്ന് പൊതുസമൂഹത്തിന് മുൻപിലേക്ക് അന്നത്തെ ചില പ്രതികരണങ്ങൾ എടുത്തുകൊണ്ട് ഇങ്ങനെ കാണിക്കുകയായിരുന്നു. നൃപൻ, ഈ പറയുന്ന പ്രഖ്യാപനങ്ങളിൽ എന്തെങ്കിലും ആത്മാർത്ഥത നമുക്ക് കാണാൻ കഴിയുമോ? ഇതേതെങ്കിലും എങ്ങനെയെങ്കിലും നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്? ആദ്യം വെരി ഗുഡ് മോർണിംഗ് മനു കൊടുത്ത പഴയ ക്ലിപ്പുകൾ, ഒപ്പം തന്നെ ആ ബൈറ്റുകൾ ആര്യാടൻ മുഹമ്മദ് പറയുന്നത്, ഒപ്പം തന്നെ മുൻപ് 2021 കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സാക്ഷാൽ രാഹുൽ ഗാന്ധി തന്നെ കേരളത്തിൽ വന്ന് നടത്തിയ ന്യായ് പദ്ധതി പ്രകാരമുള്ള ഓരോ സ്ത്രീകൾക്കും നൽകുന്ന ഈ 6000 രൂപയുടെ പദ്ധതിയെ സംബന്ധിച്ച് ഉള്ള പ്രഖ്യാപനം. കഴിഞ്ഞ ദിവസം പുത്തരിക്കണ്ട മൈതാനിയിൽ ഇതേ രാഹുൽ ഗാന്ധി 5 ഗ്യാരണ്ടികളാണ് പ്രഖ്യാപിച്ചത്. ആ പരിപാടി റിപ്പോർട്ട് ചെയ്യാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത് പറയുന്നത്. മനു, കഴിഞ്ഞ 2016 മുതൽ ഇത്രയും കാലം 2026 വരെയുള്ള കാലഘട്ടം, 10 വർഷക്കാലം, ഒന്നാം പിണറായി സർക്കാർ മുതൽ രണ്ടാം പിണറായി സർക്കാർ വരെ, അതിനു മുമ്പ് ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്ന 2011 മുതൽ 2016 വരെയുള്ള കാലഘട്ടം, പഴയതിൽ നിന്ന് നമ്മളൊന്ന് ഈ മാധ്യമപ്രവർത്തനത്തെ തന്നെ വിശകലനം ചെയ്യുമ്പോൾ അതുകൂടി പറഞ്ഞു പോകണമല്ലോ മനു. അന്ന് വർത്തമാന പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ വായിച്ച് തന്നെ വിസ്മൃതിയിലാകുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷമാണ് ഈ ഒരു 10 വർഷക്കാലത്തിന് വന്ന വലിയ മാറ്റം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ കാര്യവും വാർത്തകൾ വിഷ്വൽ മീഡിയയിൽ നൽകിയ പ്രതികരണങ്ങൾ ഓർമ്മയിൽ ഇപ്പോൾ തന്നെ തികഞ്ഞെടുക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യയിലേക്ക് കാര്യങ്ങൾ മാറിയെന്നതാണ്. അതുകൊണ്ട് കേരളത്തിലെന്നല്ല, ലോകത്തും ഇന്ത്യയിലുമുള്ള രാഷ്ട്രീയം വിശകലനം ചെയ്യുമ്പോൾ ഇത് വന്നൊരു മാറ്റം, പ്രിന്റ് മീഡിയയിൽ നിന്ന് സോഷ്യൽ മീഡിയയിലേക്കുള്ളൊരു വലിയ മാറ്റത്തിൽ UDF അഭിമുഖീകരിക്കുന്നത്, പ്രത്യേകിച്ച് സാക്ഷാൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അത് തന്നെയാണ്. കാരണം സർക്കാരുകളെ തമ്മിൽ താരതമ്യം ചെയ്യുന്ന പഴയ സംഭവവികാസങ്ങൾ ജനങ്ങൾ തന്നെ കുത്തിപ്പൊക്കിക്കൊണ്ടുവരുന്നു എന്നതാണ്. VD സതീശൻ കഴിഞ്ഞ ജാഥ, ഈ പറയുന്ന പുതുയുഗ യാത്രയുമായി ബന്ധപ്പെട്ട് 1 മാസം നീണ്ടുനിന്ന യാത്രയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങൾ പല യോഗങ്ങളിലും ഞാനും പങ്കെടുത്ത് അത് കാണാനുള്ള അവസരമുണ്ടായി. അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ വസ്തുതാവിരുദ്ധമായ പ്രസംഗങ്ങൾ, കോൺഗ്രസിൻ്റെ ഒരു മണ്ഡലം പ്രസിഡന്റ് പോലും നടത്താത്ത വസ്തുതാവിരുദ്ധമായ പ്രസംഗങ്ങൾ അദ്ദേഹം നടത്തുകയും ആ നിമിഷം പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ തന്നെ കേരളത്തിലെ പഴയ ചരിത്രവും പ്രതിപക്ഷ നേതാവ് നടത്തിയ പ്രസംഗത്തിലെ വസ്തുതാവിരുദ്ധമായ വാചകങ്ങൾ ഏതാണ് എന്ന് ജനങ്ങൾ തന്നെ മറുപടി പറയുന്ന കാഴ്ചയാണ്. അതിലാണ് നേരത്തെ മനു തന്നെ 2 പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ ജനങ്ങളെ, കൈരളി പ്രേക്ഷകരെ കാട്ടിയത്. അത് ജനങ്ങൾക്ക് ബോധ്യമുള്ളതാണ്. ചില വലതുപക്ഷ മാധ്യമങ്ങൾ അത് കാട്ടാൻ ഭയക്കുന്നുണ്ട്. ഈ വലതുപക്ഷ മാധ്യമങ്ങളുടെ എല്ലാം ലൈബ്രറിയിൽ അന്നത്തെ ആര്യാടൻ മുഹമ്മദിൻ്റെയും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെയും VS ശിവകുമാറിൻ്റെയും അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെയും ഒക്കെ തന്നെ പ്രതികരണങ്ങളുണ്ട്. അവർ ഇത് ആരോടും പുറത്ത് കാട്ടാതെ സൂക്ഷ്മമായി വച്ചിരിക്കുകയാണ്. പക്ഷേ യൂട്യൂബിലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത് പലരും പുറത്തെടുത്ത് കുത്തിപ്പൊക്കി പുറത്തു കൊണ്ടുവരുന്നുണ്ട്. ഈ ന്യായ് പദ്ധതിയെ സംബന്ധിച്ച് 72,000 രൂപ കൊടുക്കുമെന്നാണ് പറഞ്ഞത്. ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചത് 3000 രൂപയുടെ പെൻഷനാണ്. ഇനി അത് കുറയുകയാണെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിലാകുമ്പോൾ അത് 1000 കുറയും. പകുതിയായി കുറയുകയാണല്ലോ. 6000, 3000. അടുത്തിനി തെരഞ്ഞെടുപ്പ് വന്ന് രാഹുൽ ഗാന്ധി തിരുവനന്തപുരത്ത് വന്നിങ്ങനൊരു പ്രഖ്യാപനം നടത്തുകയാണെങ്കിൽ അതിൻ്റെ അളവ് ശരാശരി വെച്ച് കണക്കാക്കിയാൽ ഇനി 1000 കുറയാനാണ് സാധ്യത. ഒപ്പം തന്നെ മനു സൂചിപ്പിച്ച KSRTCയുടെ കാര്യം, തിരുവഞ്ചൂർ രാധാകൃഷ്ണനും VS ശിവകുമാറും KSRTC മന്ത്രിയായിരുന്നു. ആര്യാടൻ മുഹമ്മദും KSRTC വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം ഓർത്തെടുക്കേണ്ടതാണ്. അന്ന് നമ്മൾ മാധ്യമങ്ങളെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സെക്രട്ടേറിയറ്റ് പടിക്കൽ പെൻഷൻ മുടങ്ങിയ പെൻഷൻകാർ ആത്മഹത്യ ചെയ്ത ശവശരീരങ്ങളുമായി ആഴ്ചയിൽ കുറഞ്ഞത് 3 ശവശരീരങ്ങളുമായെങ്കിലും സെക്രട്ടേറിയറ്റ് മുന്നിൽ ശവമഞ്ചലുമായി, ശവശരീരങ്ങളുമായി, മൃതദേഹങ്ങളുമായി KSRTC പെൻഷൻകാർ സമരം നടത്തുമായിരുന്നു. പെൻഷൻ ഏകദേശം 18-20 മാസമാണ് KSRTC പെൻഷൻകാരുടെ പെൻഷൻ മുടങ്ങിക്കിടന്നത്. ശമ്പളം തുടർച്ചയായി മുടങ്ങി. ഇന്ന് KSRTCയുടെ അവസ്ഥ എന്താണ്? KSRTC 1 മാസത്തെ ശമ്പളം 30-ാം തീയതി, അടുത്ത മാസം 1-നോ 2-നോ 3-നോ 5-നോ 2 മാസം കഴിഞ്ഞും കിട്ടാത്ത ശമ്പളം, 1 മാസത്തിൻ്റെ ശമ്പളം അവസാന ദിവസം 30-31 മുൻപേ 29-നും 30-നും KSRTC ശമ്പളം കൊടുക്കുന്നുണ്ട് എന്നതാണ്. ഒപ്പം തന്നെ KSRTCക്ക് വന്ന വലിയ മാറ്റം,
9 കോടി മുതൽ ഏകദേശം 8, 9, 10 കോടി കഴിഞ്ഞാൽ KSRTC സ്വയം പര്യാപ്തതയിലേക്ക് മാറുമെന്ന് KSRTC വകുപ്പ് കൈകാര്യം ചെയ്യുന്ന KP ഗണേഷ് കുമാർ തന്നെ പറയുന്നു. അപ്പോൾ ലാഭവും നഷ്ടവുമില്ലാത്തൊരു സ്റ്റെബിലിറ്റിയിലേക്ക് KSRTC മാറുന്നു. ഒപ്പമാണ് ഈ രാഹുൽ ഗാന്ധി നടത്തിയ പ്രഖ്യാപനത്തിനൊരു പൊള്ളത്തനം പറയേണ്ടത്. കർണാടക KSRTCയുമായി ബന്ധപ്പെട്ട്, കർണാടക റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് അവിടെ ഈ രാഹുൽ ഗാന്ധി വന്ന് ഈ പ്രഖ്യാപനം നടത്തിപ്പോയി. അതിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ ഭാരം അവിടുത്തെ സർക്കാർ KSRTC ഏറ്റെടുക്കേണ്ടി വന്നു. ഇപ്പോൾ നമ്മളന്ന് KSRTCയെ താരതമ്യം ചെയ്യുന്നത്, അന്ന് നമ്മൾ മാധ്യമപ്രവർത്തനം നടത്തുമ്പോൾ അറിയാം, കർണാടക റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഇത്ര കോടി ലാഭം, കേരളത്തിലെ KSRTCയെ സംബന്ധിച്ച് നഷ്ടം എന്നതായിരുന്നു അന്നത്തെ മാധ്യമങ്ങൾ താരതമ്യം ചെയ്തിരുന്നത്. ഇന്ന് കർണാടക KSRTCയുടെ അവസ്ഥ ദയനീയമാണ്.